നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ തെക്ക് വടക്കായി പോയ ടോം വടക്കൻ ഇനി മുതൽ ബിജെപിയുടെ വടക്കനാണ്. എത്ര കാലമെന്ന് പക്ഷേ പറഞ്ഞിട്ടില്ല. കോൺഗ്രസിനെ സർവത്ര കുറ്റം പറഞ്ഞ് വടക്കൻ കൈപ്പത്തിയിൽ ബിജെപിയുടെ അംഗത്വം ഏറ്റുവാങ്ങി. തരം കിട്ടിയാൽ കോൺഗ്രസുകാർ ബിജെപിക്കാരാവുമെന്ന ആക്ഷേപം ശക്തമാക്കാൻ ഇടതുമുന്നണിക്ക് കിട്ടിയ അവസരം. രാഹുൽ മോദിയെയും കൂട്ടരെയും വിമർശിച്ച് കേരള പര്യടനം നടത്തുന്ന നേരം നോക്കി തന്നെ ടോം വടക്കനെ ബിജെപി പൊക്കി. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ ചാട്ടവും ചാടിക്കലും അവസരവാദമല്ലേ? പ്രേക്ഷകർക്കും ഈ ചോദ്യത്തിന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. FB പോളിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ ചാട്ടവും ചാടിക്കലും അവസരവാദമല്ലേ? ഇനി ചോദ്യം നമ്പർ 2 ആധാരമായ വാർത്ത കൂടിയൊന്ന് നോക്കാം. PJ ജോസഫിനെ ഇടുക്കിയിൽ സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം. KM മാണിയുടെ സമ്മതം വാങ്ങിച്ചെടുക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. കോൺഗ്രസ് ലീഗ് നേതാക്കൾ മാണിയെ കാണും. അത്തരമൊരു നീക്കമുണ്ടെന്ന് PJ ജോസഫ് ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് പറഞ്ഞു. നാളെ വൈകിട്ടോടെ എല്ലാം അറിയാം. ജോസഫിനെതിരായ മാണിയുടെ കടുംപിടുത്തം പൊളിക്കാൻ കോൺഗ്രസിനാകുമോ എന്നതാണ് ചോദ്യം നമ്പർ 2. കോൺഗ്രസ് നീക്കം PJ ജോസഫിനെ ഇടത് സ്വതന്ത്രനായി ഇടുക്കിയിൽ മത്സരിപ്പിക്കുക എന്നതാണ്. PJ ജോസഫ് തന്നെ പറഞ്ഞത് പല ഫോർമുലകൾ രൂപപ്പെടുന്നുണ്ട്, പല ആശയങ്ങൾ രൂപപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സാധ്യത സ്ഥിരീകരിച്ചത്. പക്ഷേ അതിന് മാണിയുടെ സമ്മതം വേണ്ടതുണ്ട്. മാണി കോൺഗ്രസ് നീക്കം അനുകൂലിക്കുമോ? മാണിയുടെ വിസമ്മതം, വിമുഖത, എതിർപ്പ് പൊളിക്കാൻ കോൺഗ്രസിനാകുമോ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ നേതാവ് സജേഷ്. ടോം വടക്കൻ ഇന്ന് കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് മലയാളികൾ വളരെ ആസ്വാദ്യകരമായി ഏറ്റെടുത്ത ഒരു വാർത്തയാണ്. രാഷ്ട്രീയ ഞെട്ടൽ എന്നതൊക്കെ ദേശീയതലത്തിൽ മാത്രം ഒരുപക്ഷെ സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം അതിൽ അടങ്ങിയിരിക്കുകയും ചെയ്യുന്നു. ആ നിലയിലാണ് ടോം വടക്കൻ ഒരു കാലത്ത് AICC വക്താവായി ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായി നിന്ന അദ്ദേഹത്തിൻ്റെതായ പരിമിതമായ മലയാളമാണ് ഏറ്റവും ശ്രദ്ധയോടെ മലയാളി വീക്ഷിച്ചത്. തുടർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ടോം വടക്കനെ കണ്ടു. ഇടക്കാലം അല്പം നിശബ്ദനായി. പഴയ ആ നിലയിലുള്ള ഒരു തത്സമയ സാന്നിധ്യമൊന്നും ടോം വടക്കൻ പഴയതുപോലെ ഉണ്ടായില്ല. എങ്കിലും കോൺഗ്രസിൽ സജീവമായി ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി മോഹം നിലനിർത്തി മുന്നോട്ട് പോയ ടോം വടക്കൻ പൊടുന്നനവെയാണ് വളരെ പെട്ടെന്ന് ഇന്ന് ഉച്ചയ്ക്ക് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പ്രത്യക്ഷപ്പെട്ടതും ആ കൈപ്പത്തിയിൽ BJP അംഗത്വം ഏറ്റുവാങ്ങിയതും പിന്നാലെ അമിത്ഷായെ കാണുകയും ഒക്കെ ചെയ്തു. ഈ നിലയിൽ ഒരു നടപടി സംഭവിച്ചത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പല വിധത്തിൽ അത് ചർച്ചയാകും എന്നതുകൊണ്ട് അത് ഒരു പ്രധാനപ്പെട്ട ചർച്ചയുടെ ഭാഗമാക്കുകയാണ്. ഈ നിലപാടിന് സ്വീകരിച്ച ടോം വടക്കൻ തന്നെയാണ് പ്രൈം ഡിബേറ്റുമായി ചേരുന്നത്. അതുപോലെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ജേക്കബ് ജോർജ്, സജേഷ്, രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ചർച്ചയിൽ പങ്കുചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കറിനെയും പ്രതീക്ഷിക്കുന്നു ടെലിഫോണിൽ. ശ്രീ ടോം വടക്കൻ, വളരെ അപ്രതീക്ഷിതവും വളരെ പെട്ടെന്നുമായിരുന്നു ഈ തീരുമാനം. തലേന്ന് രാത്രി വരെ എന്ന മട്ടിലാണ് താങ്കൾ വളരെ ശക്തമായി കോൺഗ്രസ് നിലപാട് ഉയർത്തിപ്പിടിച്ചത്. ദേശീയ മാധ്യമങ്ങളിലെ ചർച്ചകളിലൊക്കെ അടക്കം ട്വീറ്റുകളും ആ രൂപത്തിലൊക്കെയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ആ രൂപത്തിൽ നിൽക്കുന്നു. പൊടുന്നനവേ ഇങ്ങനെ ഒരു വലിയ തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. സ്വാഭാവികമായ ഒറ്റ ചോദ്യമേ ഉള്ളൂ. കോൺഗ്രസിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ച് മാധ്യമ ചർച്ചകളിലൊക്കെ നിലപാട് സ്വീകരിച്ച AICC വക്താവായി നിന്ന താങ്കൾ പാർട്ടി മാറാൻ ഉണ്ടായ ഒരു പ്രധാന കാരണം എന്താണ്? ഞാൻ പറയുണ്ടായി പ്രസ് കോൺഫറൻസിൽ, പുൽവാമ ഇഷ്യൂ ആണ് ഞാൻ എംഫസൈസ് ചെയ്തത്. അവിടെ 48 CRPF സോൾജേഴ്സിനെ പാകിസ്ഥാൻ ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്തു. അവര് കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞൊരു അറ്റാക്ക് ഉണ്ടായി എയർഫോഴ്സിന്റെ. ആ അറ്റാക്കിൽ അപകടത്തിൽ ഒരു എയർക്രാഫ്റ്റ് നമ്മുടെ പാകിസ്ഥാൻ ടെറിട്ടറിയിൽ ക്രാഷ് ചെയ്തു. POW ആയി നമ്മുടെ ഒരു പൈലറ്റ് സറണ്ടർ ചെയ്തു. അവരെ പാകിസ്ഥാൻ ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് നീക്കി. ചോദ്യം ഇത്രയാണ്, ഇങ്ങനൊരു സംഭവം സംഭവിക്കുമ്പോൾ നിങ്ങൾ
ചോദിക്കാനുള്ള അധികാരമുണ്ടോ? എത്ര ആൾ മരിച്ചു? എവിടെയാണ് ബോംബിംഗ് ചെയ്തത്? എയർഫോഴ്സിന്റെ ഓപ്പറേഷനാണ്. എയർഫോഴ്സിന്റെ ചുമതലയല്ല ഇത് കണ്ടുപിടിക്കാൻ. എത്ര ആൾ അടിപെട്ടു, എത്ര ടെററിസ്റ്റ് കൊല്ലപ്പെട്ടു. ഇതൊരു ലാർജർ എജൻഡയാണ് പാകിസ്ഥാന്റെ. നിങ്ങൾ ആ എജൻഡയിൽ ആണോ പെടുന്നത്? ഇതാണ് ചോദ്യം. സജേഷ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? ഈ അവസാന ഫേസ്ബുക്ക് പോസ്റ്റ് പോലും സൈനിക ആക്രമണങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന BJP വിമർശിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ഇന്നായപ്പോഴേക്കും ടോം വടക്കന് മറ്റു ചില തോന്നലുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ആ പാർട്ടി, കോൺഗ്രസ് പാർട്ടി, യഥാർത്ഥത്തിൽ എടുക്കുന്ന നിലപാടുകളിലൊക്കെ, പുൽവാമയെ തുടർന്നെടുത്ത നിലപാടിലൊക്കെ വലിയൊരു തെറ്റും അപായവുമാണ് ടോം വടക്കൻ കണ്ടത്. അവിടെയാണ് പൊടുന്നനവെ ഒരു മാറ്റത്തിലേക്ക് വന്നത്. നേരത്തേക്കുള്ള ചില ട്വീറ്റുകളൊക്കെ ഓർത്താൽ ഭയങ്കര ഇപ്പോൾ ചിരി പടർത്തുന്നതാണ്. ഒരാൾ BJPയിൽ ചേർന്നാൽ അയാളുടെ കുറ്റകൃത്യങ്ങളെല്ലാം മാഞ്ഞു പോകുമെന്ന് ട്വീറ്റ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിലാണ് ടോം വടക്കന്റെ ഈ വിശദീകരണം സംഭവിച്ചത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ടോം വടക്കൻ അത്ര പ്രസക്തമായ ഒരു വ്യക്തിയൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്ത് തരം രാഷ്ട്രീയത്തെ ഈ മാറ്റം അടയാളപ്പെടുത്തും? എങ്ങനെയാണ് ഇടതുമുന്നണി ഈ വിഷയത്തെ ഉന്നയിക്കുക? അല്ല, ശരത്ത്, ടോം വടക്കൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ ഒരു ദയനീയ അവസ്ഥയാണ് നാം കാണേണ്ടത്. ഇപ്പോൾ ശ്രീ ടോം വടക്കന്റെ കാര്യം മാത്രമല്ല, നമ്മൾ നോക്കൂ, ഇപ്പോൾ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് 44 MLA-മാരായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അതിൽ 43 പേരും മുഖ്യമന്ത്രിയും രാജിവെച്ച് ഒറ്റ ദിവസം കൊണ്ട് BJPയിൽ പോയി. BJP മന്ത്രിസഭയായി കോൺഗ്രസ് മന്ത്രിസഭ മാറുന്നു. ഒരു വ്യക്തി മാറുന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മന്ത്രിസഭയും മാറുന്ന കാഴ്ചയ്ക്ക് ഉൾപ്പെടെ നമ്മൾ സാക്ഷിയാകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്നത് വരെ 2014 മുതൽ ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം 87 കോൺഗ്രസ് MLA-മാരാണ് രാജിവെച്ച് BJPയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പാർലമെന്റിനകത്ത് 268 പേരാണ് ഇപ്പോൾ BJPയിലുള്ളത്. നേരത്തെ 282 പേരുണ്ടായിരുന്നു. അത് അവർ തോറ്റുപോയി തന്നെ, അവർ ജനാധിപത്യത്തിലൂടെ തോറ്റുപോയി കുറഞ്ഞതാണ്. ആ 268 പേരിൽ 103 പേർ പഴയ കോൺഗ്രസുകാരാണ്. കോൺഗ്രസുകാരെന്ന് പറഞ്ഞാൽ ചില്ലറ കോൺഗ്രസുകാരല്ല. നേരത്തെ AICC അംഗങ്ങളും UPA ഗവൺമെന്റ് കാലത്ത് മന്ത്രിമാരും MP-മാരുമായിരുന്ന ഏറ്റവും പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാർ. പിന്നെ നമുക്കറിയാം മുഖ്യമന്ത്രിമാരായ പലരും. ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതായത് ഇങ്ങനെ കോൺഗ്രസിനെ വലിയ തോതിൽ BJP-യാക്കി മാറ്റാൻ BJP കഴിയുന്നു. പണവും അധികാരത്തിന്റെ സ്വാധീനവും വെച്ച് നീട്ടിയിട്ടാണ് ഇത് സാധിക്കുന്നത്. അതുകൊണ്ടാണ് കർണാടകത്തിലെ MLA-മാരെ ഇപ്പോഴും റിസോർട്ടിൽ താമസിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പൊ ജനങ്ങൾ സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ AICC-ക്ക് വേണ്ടി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വക്താവാണ്. നമ്മളെല്ലാം മാധ്യമങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഡിസ്കഷനിലും എല്ലാം കേട്ടുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ ശബ്ദമായിരുന്നു, ദേശീയ ശബ്ദമായിരുന്നു ശ്രീ ടോം വടക്കന്റേത്. അദ്ദേഹം ഉൾപ്പെടെ മാറുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തെമ്പാടും മതനിരപേക്ഷതയെ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റും? അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ശ്രീ ടോം വടക്കനെ നമുക്ക് കാണാൻ വേണ്ടി ഞാൻ മടങ്ങി വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷും ഇപ്പോൾ ചേരുന്നുണ്ട് ചർച്ചയിലേക്ക്, പ്രൈം ഡിബേറ്റിലേക്ക്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ ടോം വടക്കന്റെ ഈ ഇരുട്ടി വെളുത്തപ്പോഴത്തെ ഈ മാറ്റം, ഇരുട്ടി വെളുത്തപ്പോഴാണ് ടോം വടക്കന് വലിയ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ തിരിച്ചറിവുണ്ടായത്. രാഹുൽ ഗാന്ധി തൃശൂരടക്കം വടക്കന്റെ നാട്ടിലടക്കം വന്ന് മോദിയെയും കൂട്ടരെയും വിമർശിക്കുമ്പോഴാണ് ടോം വടക്കനെ BJP റാഞ്ചിക്കൊണ്ടുപോയത്. AICC വക്താവെന്ന ലേബലോടുകൂടി രാഷ്ട്രീയം വിശദീകരിച്ചയാളാണ് ടോം വടക്കൻ. പ്രത്യേകിച്ചൊരു മലയാളി എന്ന നിലയിൽ കൂടി കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതിന് മറ്റൊരു തരം പ്രസക്തിയുമുണ്ട്. വടക്കന്റെ ഈ ചാട്ടം, ടോം വടക്കന്റെ ഈ ചാട്ടം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കാണുന്നത് എങ്ങനെയാണ്? ശരത്തെ, ഇതിനകത്ത് രണ്ട് കാര്യം പറയാം. ശ്രീ ടോം വടക്കൻ AICCയുടെ ഒരു ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. പഴയ കാലത്തൊക്കെ ഒരു ജനറൽ സെക്രട്ടറി അസിസ്റ്റ് ചെയ്യുക എന്നുള്ള പണിയാണ് ജോയിന്റ് സെക്രട്ടറിമാർക്കുണ്ടായത്. ശ്രീ രാഹുൽ ഗാന്ധി വന്നതോടുകൂടി AICC ജോയിന്റ് സെക്രട്ടറിമാരാക്കി അവർക്ക് കുറെ ജോലികൾ രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇന്ത്യയിൽ ചാനലുകളുടെ ബാഹുല്യം വന്നപ്പോൾ ആ ബാഹുല്യത്തിന് അനുസരിച്ച് ചാനൽ ചർച്ചകൾ പങ്കെടുക്കാൻ വക്താക്കന്മാർ അപര്യാപ്തമാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കുറെ പാനലിസ്റ്റുകളെ വെച്ചിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ. ശ്രീ ടോം വടക്കൻ കോൺഗ്രസിന്റെ വക്താവല്ല. ഇപ്പൊ തന്നെ ചാനൽ പങ്കെടുക്കുന്ന ഷമ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയൊന്നും വക്താക്കളല്ല, അവരൊക്കെ പാനലിസ്റ്റുകളാണ്. കാരണം
വക്താക്കൾക്ക് പലപ്പോഴും ചാനൽ ചർച്ചകൾ പങ്കെടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ, ചാനൽ ചർച്ചകൾ വിളിച്ചാൽ കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്യാൻ ആളില്ലാതെ വരുമ്പോൾ, ആ ആളില്ലാത്ത സാഹചര്യത്തിൽ ഇവരാണ് ഈ ചാനൽ ചർച്ചയിൽ പോകുന്നത്. അപ്പോ ശ്രീ ടോം വടക്കൻ കോൺഗ്രസിന്റെ വക്താവാണ് എന്നുള്ള ആ ധാരണ ശരിയല്ല, വക്താവല്ല. പിന്നെ ഞാൻ 50 വർഷമായി കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ താഴെത്തട്ടിൽ നിന്ന് യൂണിറ്റ് തലത്തിൽ നിന്ന് ACC വരെ വരികയും ഞാൻ KPCC ജനറൽ സെക്രട്ടറി ആകും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്റെ ഈ രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഒരിക്കലും ശ്രീ ടോം വടക്കൻ കേരളത്തിലെ ഒരു തരത്തിലും പ്രവർത്തിച്ചതായി എനിക്കറിയില്ല. ടോം വടക്കൻ കേരളത്തിലെ ഒരു മണ്ഡലത്തിലോ ബ്ലോക്കിലോ ജില്ലയിലോ അല്ലെങ്കിൽ KPCC തലത്തിലോ ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹമൊക്കെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഡൽഹിയിൽ നിന്ന്. അപ്പോ ജനിച്ചത് കേരളത്തിലാണെങ്കിലും അവരുടെയൊക്കെ കർമ്മമണ്ഡലം ഡൽഹിയാണ്. ഡൽഹിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ടോം വടക്കന്റെ ചാനൽ ചർച്ചകളൊക്കെ നിങ്ങൾ കാണുന്നതാണ്. അദ്ദേഹം മലയാളം പറയുന്നത് ഒരിക്കലും ഒരു മലയാളി പറയുന്ന പോലല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ശ്രീ ടോം വടക്കൻ, ശ്രീ ഉണ്ണിത്താൻ, അതായത് ഇപ്പോൾ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചതോടുകൂടി കോൺഗ്രസിന് ടോം വടക്കൻ സർവത്ര നികൃഷ്ട ജീവിയായി മാറുകയാണ്. താങ്കൾ പറഞ്ഞ ചാനൽ ചർച്ചകളിൽ യോഗ്യന്മാരാണ് എന്ന് കണ്ടതുകൊണ്ടാണല്ലോ പാനലിസ്റ്റായി ഉൾപ്പെടുത്തുന്നത്. പിന്നെ കർമ്മമണ്ഡലം ഡൽഹിയെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞ ഈ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന താങ്കളെ പോലെ ഉള്ളവരുടെ പാരമ്പര്യം അത് മഹത്തരമാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ മാനിക്കുന്നു. പക്ഷേ ടോം വടക്കനെ മാത്രം എന്തിനു പറയുന്നു? ഇപ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിക്കുന്ന ശശി തരൂർ ഏത് ബൂത്തിൽ പ്രവർത്തിച്ചാണ് വന്നത്? KP ഉണ്ണികൃഷ്ണൻ ഏത് ബൂത്തിൽ പ്രവർത്തിച്ചാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? ഇവരെല്ലാം ഡൽഹിയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ആ നിലയിൽ ടോം വടക്കന് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ നേതാവായാണ് കേരളമടക്കം ടോം വടക്കനെ കണ്ടിട്ടുള്ളത്. ശരത്തെ, ഇപ്പോ ഞാൻ സംസാരിച്ച് മുഴുവിപ്പിക്കേണ്ടാണ്, സംസാരിച്ചില്ല. ഞാൻ ഒരു നികൃഷ്ട ജീവിയായോ ഒരു അനധിപതനായോ ഒന്നും ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടില്ല. വടക്കേ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് ഈ ആയാറാം കെയാറാം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ടോം വടക്കൻ ഇങ്ങനെ ഒരു മാറ്റം നടത്തിയതൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ കേരളത്തിന്റെ അക്കൗണ്ടിലേക്ക് ശ്രീ ടോം വടക്കന്റെ മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ശ്രമിക്കുകയോ ചെയ്താൽ അതൊന്നും ചെലവാകാൻ പോകുന്നില്ല. BJPക്ക് ഗുണമുണ്ടാകുമോ? BJPക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? അമിത്ഷാ മുതലുള്ള എല്ലാ നേതാക്കളും കൈമുത്തിയും കൈകൊടുത്തും ഷാളണിയിച്ചും ആ കൈപ്പത്തിയിൽ BJP അംഗത്വം കയ്യിൽ വെച്ചു കൊടുത്തുമൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. BJPക്ക് ഗുണം ചെയ്യുമോ ടോം വടക്കൻ? അല്ല, BJP ഗുണം ചെയ്യുമെന്നുള്ളത് നാളെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല. BJP അവരുടെ ഒരു കുലത്തൊഴിലാക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ കയ്യിൽ കോടാനുകോടി രൂപയുണ്ട്. ആ പണം കൊടുത്ത ആളുകളെ പർച്ചേസ് ചെയ്ത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു നയത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ ഗോവയിൽ കണ്ടു, അരുണാചൽ പ്രദേശിൽ കണ്ടു, നമ്മൾ അഹമ്മദ് ഖട്ടയിൽ രാജ്യസഭയിൽ മത്സരിക്കുമ്പോൾ ഗുജറാത്തിൽ കണ്ടു, നമ്മളിപ്പോ കർണാടകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കോടികൾ എങ്ങനെ ചെലവഴിക്കും? ടീം തന്നെ കോൺഗ്രസിലേക്ക് പോകുന്നു. UPയിൽ PCC അധ്യക്ഷ മാറിയ സാഹചര്യം, കർണാടകയിൽ SM കൃഷ്ണ, അതുപോലെ 2014 മുതൽ 87 കോൺഗ്രസ് MLA മാർ, 268 MP മാരിൽ 103 പേർ മുൻ BJP മുൻ കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയുന്ന കണക്കെടുക്കുകയാണ്. അപ്പോൾ ഈ കോടികൾ കണ്ടാൽ ഇങ്ങനെ പാർട്ടി വിട്ടുപോകുന്ന കോൺഗ്രസുകാർ അപകടകരമാണ്. അതാണ് അത് ശരത്തെ കോൺഗ്രസുകാർ മാത്രമല്ലല്ലോ. പശ്ചിമ ബംഗാളിൽ BJP ഓഫീസുകൾ ഏതാണ്? കഴിഞ്ഞ 36 വർഷക്കാലം ബംഗാൾ ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ മുഴുവൻ പെയിന്റ് അടിച്ച് BJP അവരുടെ ഓഫീസാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ ഇപ്പൊ നിങ്ങൾ ഞാൻ ഒന്നീ പറയാൻ സമ്മതിക്കല്ലേ, ഡിസ്കണക്ട് ചെയ്യും. ഞാൻ പറയുന്നത് കേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് പശ്ചിമ ബംഗാളിൽ 2 പാർലമെന്റ് അംഗത്വം നിലനിർത്താൻ കോൺഗ്രസിന്റെ കാല് പിടിക്കേണ്ട സ്ഥിതി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവിടെ വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോ 2 കാലിൽ മന്ദം വെച്ചിട്ടാണ് മാർക്സിസ്റ്റുകാർ വന്നിരുന്നത് ഒരു കാലിൽ മന്ദമുള്ള കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് BJPക്കാർക്ക് ഞാൻ ചോദിക്കട്ടെ, അവരുടെ മുഖ്യ ശത്രുവാരാ? കോൺഗ്രസ് ആണോ അത് മാർക്സിസ്റ്റ് പാർട്ടിയാണോ? ഞങ്ങളിപ്പോ ഒരു തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ മഹാഗഡ്ബന്ധന്റെ ഭാഗമായി നിൽക്കുന്ന മാർക്സിസ്റ്റ് വന്നിരുന്ന് BJPയെ മഹത്വവൽക്കരിക്കുകയും കോൺഗ്രസിനെ ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ എന്താ ഇതിൽ നിന്ന് ഒരു മെസ്സേജ് പോകുന്നത്? ശരി. അപ്പൊ അവരുടെ ഇപ്പോഴും അന്ധമായ കോൺഗ്രസ് വിരോധം അവർ വെച്ചു പുലർത്തുന്നു എന്നുള്ളത് തന്നെയല്ലേ അവരുടെ ഒരു നിലപാട്. ശ്രീ ഉണ്ണിത്താൻ, താങ്കൾ യാത്രക്കിടയിൽ താങ്കളുടെ കൂടി സമയം ഒന്ന് സേവ് ചെയ്യാൻ കരുതിയാണ് ഞാനൊന്ന് ഇടപെടുന്നത്. ശ്രീ സുരേഷ്, ഇങ്ങനെ കോടികളുമായി നിങ്ങൾ കോൺഗ്രസുകാരെ ചാടിക്കാൻ
വരുതിയിലാക്കാൻ ഇറങ്ങിയതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ടോം വടക്കൻ. സത്യത്തിൽ ഇത്തരം ചാടലും ചാടിക്കലും കൊണ്ട് എന്തുതരം രാഷ്ട്രീയ നേട്ടമാണ് അഡ്വക്കേറ്റ് സുരേഷ് കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്ക്, തെരഞ്ഞെടുപ്പിൽ മുന്നോട്ടു പോക്കിന് സംഭാവന ചെയ്യുക? ടോം വടക്കനെ പോലെ ഒരാൾ എന്ത് സംഭാവനയാണ് നിങ്ങൾക്ക് നൽകുക കേരളത്തിൽ? അല്ല, ഒന്നാമത്തെ കാര്യം, ഒരു AICC സെക്രട്ടറിയും അതോടൊപ്പം തന്നെ വക്താവിനെയും ചാടിക്കാൻ എത്ര കോടിയ അതിന്റെ വില എന്നുള്ളത് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റിനെയും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഓരോ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒരു വില കാണുമല്ലോ, അവിടുന്ന് ചാടിപ്പിച്ചുകൊണ്ട്. നിങ്ങൾ ഇട്ടിരിക്കുന്ന വില എത്രയെന്ന് കോൺഗ്രസ്സുകാർ പറയണം ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്നത്. അത് ഉണ്ണിത്താനോട് ചോദിക്കാം. സുരേഷ്, നിങ്ങൾ ഇവർക്ക് ഇട്ടിരിക്കുന്ന വില എന്താണ്? ടോം വടക്കന്റെ വില എന്താണ്? ഈ രാജ്യത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, ഈ രാജ്യത്ത് ഒരു ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ നീങ്ങുന്ന രാഷ്ട്രീയ പാർട്ടി, ഈ രാജ്യത്ത് വികസനം കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടി, ഇത് ഇന്ന് ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനമായിരിക്കുന്നു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സകലമാന മേഖലകളിലും എന്റെ ചോദ്യം, ടോം വടക്കൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗുണപ്രദമാവുക? കോൺഗ്രസ് സുരേഷ്, ടോം വടക്കൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗുണപ്രദമാവുക കേരളത്തിൽ? അല്ല, ഈ ഗുണവും അല്ല, ഒന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാലോ. ഇന്ന് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നരേന്ദ്രമോദിക്കെതിരെ എന്തൊക്കെയോ പുലമ്പിയിട്ട് പോയി. ആ സമയത്ത് മലയാളിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ സ്വന്തക്കാരനും മലയാളിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ടീമിലെ ഒരു സെക്രട്ടറി, AICC സെക്രട്ടറി അല്ലെങ്കിൽ വക്താവ്, അദ്ദേഹം BJPയിലേക്ക് വരുന്നു എന്നുള്ളത് ഈ കോൺഗ്രസ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് എന്ന് ഈ കേരളത്തിലെ ജനതയെ ബോധ്യപ്പെടുത്തുന്നതിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്, BJPയിലേക്ക് ഇപ്പോൾ ബംഗാളിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നല്ലൊരു ശതമാനം ആൾക്കാർ BJPയിലേക്ക് എത്തിക്കഴിഞ്ഞു. ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പാടെ BJP ആയിക്കഴിഞ്ഞു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നിരവധി ആൾക്കാർ BJPയിൽ എത്തിക്കഴിഞ്ഞു. ശരി. കോൺഗ്രസിലെ രാമൻ നായർ, ടോം വടക്കൻ മാത്രമല്ലല്ലോ, രാമൻ നായരെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ BJPയിലേക്ക് വരുന്നു. ഈ BJP എന്ന് പറയുന്നത് ഒരു കാലത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയായി. മനസ്സിലായി സുരേഷ്, താങ്കൾ പറഞ്ഞു വന്നത് മനസ്സിലായി. ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസ് പാർട്ടി, അതായത് അൽഫോൺസ് കണ്ണന്താനം, ഞാനിതൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിലുള്ളവരും ഒക്കെ കോൺഗ്രസിലുണ്ടായിരുന്നു. ഇന്ന് BJP ദേശീയ പ്രസ്ഥാനമായപ്പോൾ പലയിടത്തുനിന്നുള്ള ആൾക്കാർ, ദേശീയ വികാരമുള്ള ആൾക്കാർ, രാജ്യം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർ BJPയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു ന്യായീകരണം, രാഷ്ട്രീയമായ ന്യായീകരണം ചമയ്ക്കാൻ ടോം വടക്കനിലൂടെ സാധിച്ചു എന്ന് സുരേഷ് പറഞ്ഞത് തള്ളിക്കളയാവുന്നതല്ല. ഇന്നലെ വരെ പുൽവാമ സംഭവം രാഷ്ട്രീയവൽക്കരിക്കുകയാണ് സൈനിക നീക്കങ്ങളെ ആകെ എന്ന് പറഞ്ഞ് കോൺഗ്രസിന് വേണ്ടി ശബ്ദിച്ച ടോം വടക്കൻ ദാ ഇപ്പോൾ അതേ പുൽവാമ സംഭവത്തിന്റെ പേരിൽ കോൺഗ്രസ് എടുത്ത നിലപാട്, അതുപോലെ ഇതുവരെ തോന്നാത്ത വിധം കുടുംബവാഴ്ചയാണ് പാർട്ടിയിലാകെ എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെ ന്യായങ്ങൾ കണ്ടെത്തി BJPക്കൊപ്പം ചേരുകയാണ്. ആരാണ് BJPയെ കേരളത്തിൽ പ്രതിരോധിക്കാൻ നല്ലത് എന്ന ചോദ്യം ഇടതുമുന്നണി ചോദിക്കുന്നു. രാഷ്ട്രീയമായി നേരത്തെ ശ്രീ ഉണ്ണിത്താനും ഉന്നയിച്ച സാഹചര്യത്തിൽ ഇത്തരം നേതാക്കളെ ചാടിക്കൽ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും? ശ്രീ ജേക്കബ് ജോർജ്. അല്ല, ഇത് തീർച്ചയായിട്ടും BJPക്ക് അഭിമാനിക്കാനും പുറത്ത് പ്രചരിപ്പിക്കാനും പറ്റിയ ഒരു വിഷയമാണ്. കാരണം കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി, AICC സെക്രട്ടറി, വക്താവ്, എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം വക്താവായിരുന്നു. ശ്രീ ഉണ്ണിത്താൻ അതിനെ ഒന്നും മയപ്പെടുത്തിയിട്ടുണ്ട്. വക്താവല്ല, പാനലിസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. പാനലിസ്റ്റ് എന്ന് വെച്ചാലേ ഈ ടെലിവിഷനിൽ ഇത് വായിക്കുന്നത് അതിനകത്ത് ഗ്രേഡ് ഉണ്ട്. ഞാൻ അത് മനസ്സിലാക്കിയത്. ഗ്രേഡ് ഉണ്ടോ? ആ ഗ്രേഡ് അതെങ്ങനെയാണ്? അതായത് ഒരു ദേശീയ സ്പോക്സ്മാൻ എന്ന് പറയുന്നത് കപിൽ സിബൽ പോലെയുള്ളവരാണ്. അതിൽ താഴെ, ഏറ്റവും താഴെയുള്ളതാണ് ടെലിവിഷനിൽ വന്ന്, അത് മലയാളം ടെലിവിഷനിൽ വന്നിട്ട് ഇംഗ്ലീഷ് ചാനലുകൾ അതെ വരും. അപ്പൊ മലയാളത്തിൽ കുറവാണ്. ഇംഗ്ലീഷിലും കുറവല്ലേ ഇപ്പോൾ? അത് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ തുലോമില്ലാതായി എന്ന് തന്നെ പറയാം. പക്ഷേ അത് സുരേഷൊക്കെ പറയുന്നതിനോട് എനിക്ക് യാതൊരു തെറ്റും കാണാൻ പറ്റുന്നില്ല. കാരണം ഒരു BJP ഒരു വളരെ സ്ട്രാറ്റജിക് സ്ട്രൈക്ക് നടത്തിയിരിക്കുകയാണ് ചേർത്തെ. നേരത്തെ പറഞ്ഞിട്ടില്ലേ, തൃശ്ശൂര് രാഹുൽ ഗാന്ധി നിൽക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ AICC സെക്രട്ടറിയെ ഡൽഹിയിൽ ഒപ്പം കൂട്ടുന്നു. കൃത്യമായ സ്ട്രൈക്ക് തന്നെ. പക്ഷേ എനിക്ക് ടോം വടക്കനോടാണ് പറയാം. വടക്കനുണ്ടോ? അല്ലേ, പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട ടോം വടക്കനെ എനിക്കറിയാം. ഞാൻ ഡൽഹി പോകുമ്പോൾ നമ്മുടെ സുരേഷ് പാന്തി പത്രപ്രവർത്തകനുണ്ട്. സുരേഷിനെ പലതവണ AICCയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേ ഈ നമ്മുടെ കേരളത്തിലെ, മലയാളത്തിലെ ഈ അവസരവാദി, സ്ഥാനമോഹി എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. വളരെ നെഗറ്റീവ് വാക്കുകളാണത്. അത് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും.
അത് മനസ്സിലായി. ഇംഗ്ലീഷിൽ അറിയാലോ ടോം വടക്കൻ. ടോം വടക്കിന് ഇംഗ്ലീഷ് മലയാളം അത്ര നിശ്ചയമില്ലാന്ന് തോന്നുന്നു. കാരണം ഇത്രയും കാലമായിട്ടും കേരളത്തിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകണം എന്നുണ്ടായിട്ടും മലയാളം പഠിച്ചിട്ടില്ല, മര്യാദയ്ക്ക് മലയാളം പറയാൻ അറിയത്തില്ല. പക്ഷെ ഇത് അദ്ദേഹം ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. അതിനുള്ള പെട്ടെന്നുള്ള ഇംഗ്ലീഷ് വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. ടോം വടക്കനോട് അത് ചോദിക്കാം. ബഹുമാനപ്പെട്ട ടോം വടക്കൻ ഈ അവസരവാദി എന്നൊക്കെ മലയാളികൾ നിങ്ങളെ കണ്ട് പറയുമ്പോൾ നിങ്ങളിങ്ങനെ സ്വയം പ്രദർശിപ്പിക്കാൻ നിൽക്കരുത്. ഞാനൊരു അവസരവാദിയാണ്, സ്ഥാനമോഹിയാണ് എന്ന മട്ടിൽ സ്വയം വന്നിട്ട് ഇത് പ്രദർശിപ്പിക്കുന്നത് ഒരു ഭൂഷണമല്ല. കാരണം കേരളത്തിലെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസം, നിലപാട് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഓർക്കണം. ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ടല്ല പറയുന്നത്, ഞാനൊരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് പറയുന്നത്. ഒരു സ്ഥാനവും മോഹിക്കാതെ എത്രയോ പത്രങ്ങൾ അദ്ദേഹം നടത്തി, ഒരു പൈസയുടെ പരസ്യം മേടിക്കാതെ ആണ് അദ്ദേഹം ഹരിജൻ പോലെയുള്ള പത്രങ്ങൾ നടത്തിയത്. എന്നറിയാം, നിഷ്കാമമായ കർമ്മത്തിന് വേണ്ടി നിലകൊണ്ട മഹാത്മാഗാന്ധിയൊക്കെ ഉണ്ടാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അല്ല, ആ ചരിത്രത്തിൽ നമ്മൾ ടോം വടക്കൻ അടങ്ങുന്ന പുതിയ നേതാക്കളെയും നേതൃത്വത്തെയും കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം അതിന്റെ കൊടിയും പിടിച്ച് നടന്ന് ഇത്രയും കാലം അതാണ് കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ കാലുമാറുന്ന രാഷ്ട്രീയമുണ്ടല്ലോ. അത് നിങ്ങൾ എന്തെങ്കിലും മോഹിച്ചിട്ടാകുമല്ലോ. ഒരു ഗവർണർ സ്ഥാനം, കൊടിവെച്ച കാറ്, എം പി സ്ഥാനമാണെങ്കിൽ ബഹുമാനപ്പെട്ട ടോം വടക്കൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. AICC ഓഫീസിലിരുന്ന് അവിടുത്തെ AC കെട്ടിടത്തിലിരുന്നിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ ബഹുമാനം. എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. AICC ഓഫീസിൽ ഇരുന്ന് ഒരു പ്രവർത്തനവും ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കാത്ത എത്രയോ ജനപ്രതിനിധികൾ ആ പാർട്ടി സംഭാവന ചെയ്തിരിക്കുന്നു ഇതേ കേരളത്തിൽ ഉണ്ട്. അതൊക്കെ കാണുന്ന അതൊക്കെ പ്രേരണയായി കാണുന്നവരാണ് ടോം വടക്കൻ. പക്ഷെ കിട്ടേണ്ട സമയത്ത് തൃശ്ശൂർ കിട്ടുന്നില്ല, ചാലക്കുടി കിട്ടുന്നില്ല, സഭ കത്ത് നൽകി. അന്ന് സുകുമാർ അഴീക്കോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? മലയാളത്തിൽ വൃത്തിയായി സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന നിലയിൽ ആ 2009 കാലത്ത് ടോം വടക്കന് ശുപാർശ ചെയ്ത സഭാ തീരുമാനത്തെ ഡോക്ടർ സുകുമാർ അഴീക്കോട് വിമർശിച്ചതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് BJP സ്ഥാനാർത്ഥിയായി വന്നേക്കാം. വരട്ടെ. അപ്പൊ ഞാൻ സുരേഷിനോട് എനിക്ക് ഇനിയും പറയാനുള്ളത് സുരേഷിനോട്. സുരേഷെ, BJP നല്ല നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, തൃശ്ശൂരൊക്കെ കണ്ണുവെച്ചിരുന്ന നേതാക്കന്മാരുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അവിടേക്കായിരിക്കും ടോം വടക്കനെ BJP നേതൃത്വം കെട്ടിയിറക്കുന്നത്. സുരേഷെ, അതും കൂടി ഓർക്കണം. ഇത് അഡ്വക്കേറ്റ് സുരേഷ്, ഇത്തരം വരവുകൾ പലതും പല കാലത്തും സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഒരുപാട് ചർച്ചയായിട്ടുണ്ട്. ടോം വടക്കൻ അങ്ങനെ BJPയിലേക്ക് വരുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവ് ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം. 2, ഈ പറഞ്ഞ തൃശൂർ സീറ്റിനാണ് BJPയിൽ ഇത്തവണ നല്ല തള്ളുള്ളതെന്നാണ് കേട്ടത്, നല്ല താല്പര്യം. അതൊരു മോശപ്പെട്ട അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. എന്നിരിക്കെ അവിടേക്ക് ഇതേപോലെ തന്നെ നിങ്ങളറിയാതെ തന്നെ ഡൽഹിയിൽ നിന്ന് ടോം വടക്കനെ പോലെ ഒരാൾ സ്ഥാനാർത്ഥിയായി വരുമോ? അല്ല, ഇതിലെ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ടോം വടക്കൻ ഇത്രയും കാലം കഴിഞ്ഞ ദിവസവും കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്തു, BJPയെ എതിർത്ത് സംസാരിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞു. ഈ പശ്ചാത്താപവും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രായച്ചിത്തവും ഒക്കെ നാട്ടു നടപ്പാണ്. അതൊക്കെ ടോം വടക്കനും അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ആ സ്വാതന്ത്ര്യമൊന്നും നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, BJPയുടെ സംസ്ഥാന ഘടകം അല്ലെങ്കിൽ ദേശീയ ഘടകം എന്നുള്ള വിഷയങ്ങളൊന്നുമില്ല. BJP ഇതിനൊക്കെ കാണുന്നത് BJP ആകുന്ന ഒരു മഹാസമുദ്രത്തിലേക്ക് പല പല അരുവികളും വെള്ളവും ഒക്കെ വന്ന് ലയിക്കുന്നു, വീഴുന്നു. അതങ്ങോട്ട് ഒഴുകിക്കോളും. ഇതൊരു മഹാപ്രസ്ഥാനമാണ്. ഇതിൽ ആര് വന്നാലും അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, അവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ട്. മനസ്സും അതോടൊപ്പം തന്നെ സ്ഥലങ്ങളും ഉണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ടാണല്ലോ BJPയിലേക്ക് മാർക്സിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി എന്താണോ പാർട്ടി നിശ്ചയിക്കുന്നത്, BJPയുടെ ദേശീയ നേതൃത്വം, അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഇന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. BJPയുടെ ദേശീയ നേതൃത്വം അദ്ദേഹത്തിന് സംഘടനാ ചുമതലയോ ഇനി തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനോ എന്ത് നിശ്ചയിച്ചാലും അതിനെയൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ള പ്രവർത്തകരാണ് ഇന്ത്യയിലെ BJP പ്രവർത്തകർ. അതിലൊന്നും ആർക്ക് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഇതേപോലുള്ള ചാനൽ ചർച്ചയിൽ പറയുന്നു, ഇനിയും ടോം വടക്കനെ പോലെയുള്ള ആരെങ്കിലും കോൺഗ്രസിലോ മാർക്സിസ്റ്റ് പാർട്ടിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ വരാം. അത് കേരളത്തിലും വരാം, ഡൽഹിയിലും വരാം, എവിടെ വേണോ വരാം. കാരണം ഇന്നിന്റെ പ്രസ്ഥാനവും നാളെയുടെ പ്രസ്ഥാനവും BJP ആണ്. തീർച്ചയായും അതൊരു തുറന്ന ക്ഷണമാണ്, ആർക്കും വരാം. അഭികാമ്യമായത് നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കാവുന്നതാണ്. ശ്രീ ടോം വടക്കൻ, ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ ഈ അവസരവാദം, കാലുവാരൽ എന്നതുപോലെയൊക്കെയുള്ള പദപ്രയോഗങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് ചോദിച്ചൊരു പ്രശ്നമുണ്ട്. ഇത്രയും കാലം മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ താങ്കളെ കൊണ്ടാകും വിധം BJPക്കെതിരെ വളരെ ശക്തമായ വിമർശനം ഉന്നയിച്ച ആളാണ്.
ചാനൽ ചർച്ചകളിൽ. അതുപോലെ തന്നെ നേരത്തെ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞത് ഒരു പാനലിസ്റ്റാണ്, വക്താവല്ല. പക്ഷേ ഏതായാലും AICC സെക്രട്ടറി പദവിയിലേക്ക് ജോയിന്റ് സെക്രട്ടറിമാരെയൊക്കെ ഉയർത്തിയിരുന്നല്ലോ. ആ നിലയിലൊക്കെ ഒരു രാഷ്ട്രീയമായ മേൽവിലാസം കോൺഗ്രസ് പാർട്ടി നിങ്ങൾക്കുണ്ടാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ആ പാർട്ടിയെ വിട്ട് ഇരുട്ടി വെളുത്തപ്പോൾ BJPയിലേക്ക് പോവുകയും ചെയ്തു. ഇനി എങ്ങനെ BJPയെ ന്യായീകരിക്കും? ഇതൊരു സിമ്പിൾ ഇഷ്യൂ ആണ്. ഞാൻ സിമ്പിൾ സംസാരിക്കുമ്പോൾ ഒരു സ്പോക്സ്മാനായിട്ട് സംസാരിച്ചത്. സ്പോക്സ്മാൻ എന്താ സംസാരിക്കുന്നത്? സ്പോക്സ്മാൻ ആ ഭാഷയാണ് സംസാരിക്കുന്നത്, പൊളിറ്റിക്കൽ പാർട്ടി പറയുന്ന ഭാഷ. അതിലും ഉപരി ഒന്നുമില്ല. പൊളിറ്റിക്കൽ പാർട്ടി എന്ത് പറയുന്നു അത് കേൾക്കും. അപ്പോ ബേസിക്കലി നോക്കിയാൽ പൊളിറ്റിക്കൽ പാർട്ടിയും പൊളിറ്റിക്കൽ ലൈനാണ് ഇതിൽ ശ്രദ്ധിക്കപ്പെടുന്നത്, അല്ലാതെ എന്റെ പ്രൈവറ്റ് ഒപ്പീനിയൻ അല്ല വരുന്നത്. ഇന്ന് ഞാൻ പ്രൈവറ്റ് ഒപ്പീനിയനാണ്. അതായത് അതൊരു പ്രത്യേക അതാണ് വിശദീകരണമാണ് ടോം വടക്കൻ താങ്കൾ നൽകിയത്. എന്റെ ഒപ്പീനിയൻ അല്ല, പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശ്രീ ഉണ്ണിത്താൻ അദ്ദേഹം ധരിച്ചിരിക്കുന്നത് ഈ പാർട്ടി വക്താവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വക്കാലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിച്ച ഒരു വക്കീലാണെന്നോ അല്ലെങ്കിൽ ശമ്പളക്കാരനാണോ എന്ന മട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്റെ പ്രൈവറ്റ് ഒപ്പീനിയൻ അല്ല എന്ന് പറഞ്ഞ ടോം വടക്കൻ പറഞ്ഞു വരുന്നത് വ്യക്തിപരമായ ആശയപരമായ ഒരു മാറ്റമാണ് ഇപ്പോൾ താങ്കൾ നടത്തിയിരിക്കുന്നത്. തീർത്തും വ്യക്തിപരമായ ആശയപരമായ രാഷ്ട്രീയമായ മാറ്റം അതാണോ ടോം വടക്കൻ നടത്തിയിരിക്കുന്നത്? ശ്രീ ടോം വടക്കൻ, BJP അവിടെ ഒരു തേർഡ് പാർട്ടി ആണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ വോട്ട് പെർസെന്റേജ് ഒക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു അസസ്മെന്റിൽ അവരുടെ സീറ്റുകളും ഇൻക്രീസ് ആവുമെന്നാണ് എന്റെ വിലയിരുത്തൽ. ഏതായാലും അത് താങ്കളുടെ BJP കുറിച്ചുള്ള വിലയിരുത്തലാണ്. എന്റെ ചോദ്യം അതായിരുന്നില്ല. വ്യക്തിപരമായ ആശയപരമായ വ്യക്തിപരമായ ഒരു മാറ്റമാണോ രാഷ്ട്രീയമായ മാറ്റമാണോ നടത്തിയെന്നുള്ളതാണ്. അതിലേക്ക് വരുമ്പോൾ തന്നെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? ഈ വക്താവ് പണി മറ്റെന്തോ ഒന്നാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറ്റിവെച്ചിട്ട് പാർട്ടി പറഞ്ഞത് പബ്ലിക്കായി പറയുക എന്ന നിലയിലൊക്കെ അദ്ദേഹം അത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാറ്റം വളരെ സിമ്പിളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ ഉണ്ണിത്താൻ, സജേഷ്, നേരത്തെ BJP നേതാവും ആവർത്തിച്ചത് കേട്ടല്ലോ. BJPയിലേക്ക് കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും ഒക്കെ കടന്നു വരും. അങ്ങനെ ഒരു വിശാലമായ സാധ്യത BJPക്ക് ഉണ്ട് എന്ന് തെളിയിക്കാൻ ഇത് ഗുണപരമാണ്. കോടികളുടെ കഥ പറഞ്ഞ് നിങ്ങൾക്ക് കോൺഗ്രസിനെ ആക്ഷേപിക്കാം. പക്ഷേ ഇതിൽ ഒരു നേട്ടം, രാഷ്ട്രീയമായ നേട്ടം അവകാശപ്പെട്ട് കേരളത്തിലേക്ക് പുതിയ വോട്ടർമാരെ, കൂടുതൽ വോട്ടർമാരെ, അവരുടെ വോട്ട് ബേസ് വർദ്ധിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ, ഈ പറഞ്ഞ പല മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരം ആളുകളെ കൂടി ഞങ്ങൾക്കൊപ്പം കൂട്ടാനാകുന്നു എന്ന് ആ പാർട്ടി തെളിയിക്കുന്നത് അവരെ സംബന്ധിച്ച് ചെറിയ കാര്യമേ അല്ല. അൽഫോൺസ് കണ്ണന്താനം വരുന്നു, കേന്ദ്രമന്ത്രിയാകുന്നു. സുരേഷ് ഗോപിയെ പോലെയൊക്കെയുള്ള ആളുകൾ, കലാകാരന്മാർ പാർട്ടിക്കൊപ്പം സജീവമായി വരുന്നു. അവരൊക്കെ MP മാരാകുന്നു. ഇപ്പോൾ ആ പ്രതീക്ഷയോടെ ഈ പറഞ്ഞ ടോം വടക്കനും വരാം. കോൺഗ്രസിനൊപ്പം നടന്നു. തൃശൂർ സീറ്റ് കിട്ടിയിട്ടില്ല, ചാലക്കുടി കിട്ടിയിട്ടില്ല, ഒരു പരിഗണനയും ആ അർത്ഥത്തിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ മത്സരിക്കാൻ അവസരം വരാം, തുടർന്ന് അങ്ങോട്ട് അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിലേക്കൊക്കെ ആളുകളെ കേരളത്തിലും കൂടെ കൂട്ടാനാകുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. സജേഷ്, ശ്രീ ശരത്ത്, ഒരിക്കലുമല്ല. കാരണം ജനാധിപത്യത്തിൽ ഇന്ത്യയിൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം BJP വിജയിച്ചിട്ടില്ല. കാരണം അധികാരത്തിൽ വരുമ്പോൾ 30 വർഷത്തിന് ശേഷം ഒറ്റക്കക്ഷിയായി അധികാരത്തിൽ വന്ന പാർട്ടിയായിരുന്നു BJP. 282 സീറ്റുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ പാർലമെന്റിലേക്ക് നോക്കൂ, BJPയുടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ഗോരഖ്പൂർ മുതൽ ഇങ്ങോട്ട് ബെല്ലാരി വരെയുള്ള 10-14 സീറ്റുകളിൽ ഇവർ തോറ്റു. എന്താ കാരണം? വർഗീയതയ്ക്കപ്പുറത്തേക്ക് ജനവിരുദ്ധമായ നയങ്ങൾ നിരന്തരമായി നടപ്പിലാക്കിയിട്ടാണ്. ഞാൻ പറയട്ടെ, നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് തോറ്റുപോയി. ഇപ്പൊ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം BJPക്ക് ഇല്ല. ഘടകകക്ഷിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അപ്പോൾ മുന്നോട്ട് പോയി എന്ന് കരുതരുത്. ജനാധിപത്യത്തിൽ തോറ്റുപോയപ്പോൾ പണാധിപത്യം, അതിനുവേണ്ടി ഓപ്പറേഷൻ കമല എന്ന് പറഞ്ഞുകൊണ്ടൊരു സംവിധാനം കൊണ്ടുവന്നു. ആ ഓപ്പറേഷൻ കമലയിലേക്ക് ഈയാമ്പാറ്റകൾ വീഴുന്നത് പോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് വീഴുന്നത്. ആശങ്കയിലാകുന്നത് അണികളാണ്. ഈ കോൺഗ്രസിന് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യമെന്ന് ആശങ്കയിലാകുന്നത് അണികളാണ്. കേരളത്തിലെ സാഹചര്യം നിങ്ങൾ നോക്ക്. S. കൃഷ്ണകുമാർ നേരത്തെ
നേരത്തെ കൊല്ലം MP ആയിരുന്നു, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിരുന്നു. പിന്നീട് അദ്ദേഹം മാവേലിക്കരയിൽ BJPയുടെ സ്ഥാനാർത്ഥിയാവുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ BJP ആണ്. G. രാമൻ നായരുടെ കാര്യം നേരത്തെ പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്നു. പ്രമീള ദേവി വനിതാ കമ്മീഷൻ അംഗമായിരുന്നു, ഇപ്പൊ BJPയിലേക്ക് പോയി. KS രാധാകൃഷ്ണൻ, അദ്ദേഹം PSC അംഗമായിരുന്നു കേരളത്തിൽ, ഇപ്പൊ പോയി. അപ്പൊ അങ്ങനെ പലരും പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് നൽകുന്ന സൂചകം എന്താണ്? വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ അല്ല, ഞാൻ പറയട്ടെ അതിനിടയിൽ ഇവിടെ എനിക്ക് നിങ്ങൾ ഇടയിൽ പറയുന്നത് എനിക്ക് കേൾക്കാൻ ഇവിടെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തീർത്തതിന് ശേഷം പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി. ശരി. അതായത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ ഈ ടോം വടക്കനെ കുറച്ച് പറഞ്ഞു. ശരി, ഞാനും അത്രയേ കാണുന്നുള്ളൂ. ടോം വടക്കന്റെ ഇപ്പോഴത്തെ നിലപാട് കേൾക്കുമ്പോൾ ആളെ പുച്ഛിച്ചു തള്ളുക തന്നെയാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ND തിവാരിയെ പോലെയുള്ള നേതാക്കന്മാർ, മുൻ മുഖ്യമന്ത്രിമാർ, ND തിവാരി, അതുപോലെ തന്നെ നജ്മ ഹെപ്തുള്ള, സോണിയാഗാന്ധി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതൃത്വമായിരുന്നു അവർ. നാരായണ റാണെ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി, SM കൃഷ്ണ കർണാടക മുൻ മുഖ്യമന്ത്രി, റീത്ത ബഹുഗുണ ജോഷി മഹിളാ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ്, ജഗദാംബിക പാല് UP മുഖ്യമന്ത്രി തുടങ്ങി എണ്ണിയാൽ തീരാത്തത് ഞാൻ പറയുന്നില്ല. പിന്നെ ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രിയും പിന്നെ 8 MLA-മാരും ഒരുമിച്ച് പോയി. അതുപോലെ തന്നെ മണിപ്പൂരിൽ മുഖ്യമന്ത്രി ഇപ്പോൾ പഴയ കോൺഗ്രസ് നേതാവാണ്, ഇപ്പോൾ BJPയുടെ മുഖ്യമന്ത്രിയായി നിൽക്കുന്നത്. ഇങ്ങനെയെല്ലാം എണ്ണിയാൽ തീരാത്തത്ര ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇത് രാജ്യത്തെ മതനിരപേക്ഷവാദികളിൽ ആശങ്കയുണ്ടാക്കുകയാണ്. വിശ്വസിക്കാൻ കഴിയണം. ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ആളുകൾ ഇവിടെ ജനപ്രാതിനിധ്യ നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ ആർക്കെങ്കിലും ഉറപ്പ് നൽകാൻ വേണ്ടി പറ്റുമോ? കോൺഗ്രസ് ആകുന്ന ആളുകൾ നാളെ MLA-മാരോ MP-മാരോ ആയാൽ അവർ BJP ആകില്ല എന്ന് ഉറപ്പ് നൽകാൻ വേണ്ടി കഴിയില്ല എന്ന സാഹചര്യത്തിലേക്ക് എത്തിയില്ലേ? തീർച്ചയായും അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാൻ ടോം വടക്കൻ സഹായകരമായി തീരുന്നുണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. അഡ്വക്കേറ്റ് സുരേഷ് ഇടയിൽ പറഞ്ഞു വന്നത് എന്താണ്? ചില പേരുകളൊക്കെ പറഞ്ഞപ്പോഴാണ് നേരത്തെ സുരേഷ് ഇടപെടാൻ ശ്രമിച്ചത്. ഒരു പ്രശ്നം ഇക്കാര്യത്തിലില്ലേ? രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ അവസരവാദവും കാലുവാരലും ഒക്കെ ഇങ്ങനെ സംഭവിച്ചാൽ ആളുകൾ എത്രമാത്രം അതിനെ സ്വീകരിക്കും? കണക്കറ്റ് വിമർശിക്കുക. മോദി വിമർശകനായി ശക്തമായി നിലപാട് സ്വീകരിച്ച ടോം വടക്കനെ നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്ത് സ്വീകരിച്ചാലും ജനങ്ങൾ അതേപടി സ്വീകരിക്കുന്നത് എങ്ങനെയെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനപരമായ യുക്തിയെയും രാഷ്ട്രീയത്തിന്റെ നൈതികതയുമല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ പരിഹസിക്കുന്നത്? അല്ല ശരത്ത്, അത് അത്തരത്തിൽ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു ലോജിക്കുണ്ട്. കാരണം ഈ സ്വതന്ത്രേതര ഭാരതത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ പ്രസ്ഥാനമായിരുന്നു. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആ കോൺഗ്രസ്, ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിലുള്ളവർ പല വഴികളിലായിട്ട് പിരിഞ്ഞു. അതിനുശേഷം കോൺഗ്രസ് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി. ഇന്ന് BJP കഴിഞ്ഞ 5 വർഷമായിട്ട് ഇന്ത്യ ഭരിച്ച് ഇന്ത്യയിലെ ദേശീയതയുടെ സർവ്വതും ഉൾക്കൊള്ളുന്ന ഒരു ദേശീയ പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ദേശീയ പ്രസ്ഥാനത്തിൽ അതിന്റെ റിവേഴ്സ് പൊസിഷൻ, അതായത് വിവിധ സംഘടനകളിൽ നിന്ന് ആൾക്കാർക്ക് ദേശാഭിമാനവും രാജ്യം രക്ഷപ്പെടുന്നതും കാണുമ്പോൾ അഭിമാനം തോന്നി BJPയിലേക്ക് എത്തുന്ന ഒരു ദേശീയതയുടെ ഒഴുക്കാണ് ഇന്ന് BJPക്ക് അനുകൂലമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഇതിനൊരു സൈദ്ധാന്തികമായിട്ടുള്ള ഒരു ദാർശനികമായിട്ടുള്ള തലം അതാണ്. ആ തലത്തെ അതിന്റേതായ അർത്ഥത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും താങ്കൾ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, ഇത് കോൺഗ്രസിൽ നിന്ന് മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമൊന്നും അല്ലല്ലോ. ബംഗാളിൽ സുരേഷ് അത് ആവർത്തിക്കുന്നുണ്ട്. ഏതു പാർട്ടിയിൽ നിന്നായാലും എന്റെ ചോദ്യത്തിൽ അതിനകത്ത് കോൺഗ്രസും CPM-ഉം ഇല്ല. ഏതു പാർട്ടിയിൽ നിന്നും അവർ ഇതുവരെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന് വിരുദ്ധമായി ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് ആളുകൾ എങ്ങനെ സ്വീകരിക്കുമെന്ന ചോദ്യമാണ്. അത് CPM-ൽ നിന്നായാലും ആവട്ടെ കോൺഗ്രസിൽ നിന്നായാലും ആവട്ടെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന BJPയുടെ നിലപാട് അതിൽ എന്ത് തരം രാഷ്ട്രീയ സത്യസന്ധതയുണ്ട് എന്നാണ് ചോദ്യം. അല്ല ശരത്തെ, സജീഷ് നേരത്തെ പറഞ്ഞതിനും കൂടെ ഉത്തരവാണ്. സജീഷ് കുറെ കോൺഗ്രസുകാരുടെ ലിസ്റ്റ് പറഞ്ഞു. ഇപ്പോ അൽഫോൺസ് കണ്ണന്താനം വന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട്, കേന്ദ്രമന്ത്രിയാണ്, MP ആണ്. അതോടൊപ്പം തന്നെ ബംഗാളിൽ 5 ജില്ലകളിൽ മാർക്സിസ്റ്റ് പാർട്ടി BJPയും RSSുമായിട്ട് ചേർന്ന് തൃണമൂലിനെതിരെ സമരം നടത്തിയിട്ടുണ്ട്. ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ ആൾക്കാർ അവരുടെ പാർട്ടി ഓഫീസ് ഉൾപ്പെടെ BJP ഓഫീസായി മാറി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സംസ്ഥാനത്തെ മാർക്സിസ്റ്റ് പാർട്ടി സമ്പൂർണ്ണമായി നശിച്ചുപോയി.
അതെല്ലാം BJP ആയിട്ട് മാറി. പ്രത്യേകിച്ച് ഒരു നേതാവല്ല, ഒരു സജേഷ് കേൾക്കുന്നുണ്ടോ? തകർന്നുപോയി. നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസിനെ ഈ വിധം പരിഹസിക്കാൻ ശ്രമിച്ചാൽ BJP-ക്കാർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ബംഗാളിലേക്ക് നോക്കൂ എന്നാണ്. മറുപടി ഉണ്ടെങ്കിൽ വേഗം. അതുകൊണ്ട് ഇതൊരു സ്വാഭാവികതയാണ്. ശരി, ഇനി വേറൊന്ന് ഞങ്ങളിലേക്ക് വരുന്നവരോട് നിങ്ങളാരും BJP-യിലേക്ക് വരരുത്, ഞങ്ങൾ ഈ ഡോറുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, ഞങ്ങൾ ആരെയും കയറ്റില്ല എന്ന് ഞങ്ങൾ പറയണോ? ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യും. എല്ലാവരെയും തോന്നിയ പടി ഞങ്ങൾ എല്ലാവരെയും ഒരു പാർട്ടി. സജീഷ് വന്നാലും ഞങ്ങൾ പാർട്ടിയുമായി എത്രമാത്രം യോജിച്ചു പോകും, ആ പാർട്ടിക്ക് ഇവർ ഗുണകരമാണോ, എന്ത് സംഭാവന, ഇതൊക്കെയല്ലേ രാഷ്ട്രീയത്തിന്റെ ഒരു അടിസ്ഥാനം. അതല്ലാതെ ആർക്കും വന്ന് എന്ന് വെച്ചാൽ പല തരത്തിലുള്ള മനുഷ്യർ ഞാനത് പറഞ്ഞാൽ കടന്നുപോകും. അത് ഞങ്ങൾ സംഘടനയ്ക്കകത്തും അത് ഞങ്ങൾ അധികാര സ്ഥാനങ്ങളിലും ഓരോരുത്തരും നിശ്ചയിക്കുന്ന സമയത്ത് ഞങ്ങൾ തീരുമാനിക്കും. അത് അത്ഭുതകരമാണ്. സജേഷ്, ആര് വന്നാലും ഞങ്ങൾ അങ്ങ് സ്വീകരിക്കും. ഞങ്ങൾ അത്രയും വിശാലമായ സഹിഷ്ണുതയുടെയും മതേതരത്വത്തിന്റെയും മഹത്തായ ഭാവനയുടെതുമായ പാർട്ടിയാണ് BJP. ആരെയും ഞങ്ങൾക്ക് സ്വീകരിക്കാം. മഹത്തരമൊക്കെ സമ്മതിച്ചു. ഒരു നിമിഷം സജീഷേ, അല്ല, അദ്ദേഹം എന്നെ പറയാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ സ്റ്റുഡിയോയിൽ ചെറിയ ബുദ്ധിമുട്ടുമുണ്ട്. അദ്ദേഹം ഒരു നിമിഷം അദ്ദേഹത്തോട് നിർത്താൻ പറയൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ശ്രീ സുരേഷ് ഇതിനെ സൈദ്ധാന്തികവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ ഒരു അൽഫോൺസ് കണ്ണന്താനൊന്നും CPM-ന്റെ ഒരു പ്രാഥമിക പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആളായിരുന്നു. അദ്ദേഹം ഒരു സ്വതന്ത്രമായി മത്സരിച്ചു വന്നാൽ അപ്പുറത്തേക്കൊന്നുമില്ല. നിങ്ങൾ പിന്നെ ഇപ്പൊ അദ്ദേഹത്തെ പൊക്കി കൊണ്ടുപോയിക്കോ, കുഴപ്പമില്ല. വിശ്വനാഥ മേനോന്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. VB ചെറിയാൻ അദ്ദേഹം ചേർന്നുകൊണ്ട് പുതിയൊരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ പോയി അങ്ങോട്ട് പിന്തുണച്ചു. അതൊന്നും ഇവിടുത്തെ ഒരു ഘടകമല്ല. ബംഗാളിലെ കാര്യവും ത്രിപുരയിലെ കാര്യവും പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകൾ പല വഴിക്ക് പോകും, അതൊന്നും ചിന്തിക്കണ്ട. പിന്നെ ത്രിപുരയിൽ CPM-ന്റെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞില്ല. 35% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ വോട്ട് 1.5%. കോൺഗ്രസ് BJP ആയി മാറിയപ്പോഴാണ് ത്രിപുരയിൽ മാറ്റം ഉണ്ടായത്. ഇനി ഈ തെരഞ്ഞെടുപ്പിലും എങ്ങനെ വരുന്നു എന്ന് നമുക്ക് കാണാം. ഒരു കാര്യം, അതായത് എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന്, ഞാൻ പറയട്ടെ ശ്രീ സുരേഷ്, നിങ്ങൾ പറയുന്നത് എനിക്കിവിടെ ഓഡിയോ പ്രശ്നമുള്ളതുകൊണ്ട് കയറി ഇടപെടല്ലേ. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്ന നേരം ഞാൻ കേട്ടോണ്ടിരുന്നതാണല്ലോ. രാജ്യത്ത് BJP-യിൽ നിന്ന് ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളും മറ്റെല്ലാവരും ഒരു വസ്തു കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഉത്തർപ്രദേശിലെ MP ഉൾപ്പെടെ രാജിവെച്ച് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് വേറെ വിഷയം. BJP-യും കോൺഗ്രസും പ്രതികരിക്കുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് ഈ ഒഴുക്കുണ്ടാകുന്നു എന്നതാണ് പരിശോധിക്കേണ്ടത്. അതിന്റെ കാരണം എന്താണ്? കോൺഗ്രസും BJP-യും പ്രതികരിക്കുന്ന സാമ്പത്തിക നയമൊന്നാണ്. അതുകൊണ്ട് എളുപ്പം BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകാം, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കും പോകാം. ഒരു ഇടവേളയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ സജേഷ് പറഞ്ഞതും BJP അവകാശപ്പെടുന്നതും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ ഇടവരുത്തുമോ? ടോം വടക്കന്റെ ഈ മാറ്റം BJP ആര് പ്രതിരോധിക്കുമെന്ന ചോദ്യം ചോദിക്കാൻ, കോൺഗ്രസിനെ എതിർത്ത് ചോദിക്കാൻ CPM-ന് അവസരമൊരുങ്ങുന്നു. എല്ലാവരും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കാൻ BJP-ക്കും അവസരമൊരുങ്ങുന്നു. BJP-ക്ക് അവസരം ഉപയോഗിക്കാം. അത് കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാകും. പക്ഷേ കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ടോം വടക്കന്റെ സ്ഥാനം എന്താണ്? ഞാനതിനകത്ത് വലിയൊരു സ്ഥാനം, അദ്ദേഹം ഡൽഹിയിലിരുന്ന് മലയാളം ചാനലുകളിലൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ വന്നുകൊണ്ടിരുന്ന ഒരു വക്താവ് എന്നതിൽ കവിഞ്ഞ് കേരളത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു വല്ലാത്ത ക്ഷീണം ഉണ്ട്. കോൺഗ്രസിനൊരു ക്ഷീണമുണ്ട്, യാതൊരു സംശയമില്ല. കോൺഗ്രസിന് വലിയ ക്ഷീണം പറ്റിയിട്ടുണ്ട്. ഇതൊരു ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രചാരണമാകും. പക്ഷേ എന്താണ് കേരളത്തിലെ കോൺഗ്രസിൽ ടോം വടക്കന്റെ സ്ഥാനം? അത് സംബന്ധിച്ചു അതൊരു ചർച്ച ചെയ്യാൻ പോലുമുള്ള തരത്തിൽ ഒന്നുമില്ല എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിച്ചതല്ല, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ഒന്ന് സംഭവിക്കുമ്പോൾ ഇടതുപക്ഷം അതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കുമ്പോൾ, ഇപ്പോൾ രാമൻ നായർ അതുപോലെ തന്നെ വന്ന ആളുകൾ, അതുപോലെ ACC സെക്രട്ടറി വരെ പോകുന്ന ഒരു പാർട്ടിയാണ് വിശ്വസിക്കുന്നതാണ് സജേഷ് ചോദിക്കാൻ പോകുന്ന. ശരിയാണ്, പക്ഷേ ഇടതുപക്ഷത്തിന് പോലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം ഡൽഹിയിൽ യെച്ചൂരിയുടെ നിലപാടെന്താ? അതും കൂടെ ആലോചിക്കണ്ടേ? BJP വിരുദ്ധമല്ലേ? അല്ല, കോൺഗ്രസിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ബംഗാളിൽ നിന്നാണ് CPM-ന്റെ നിലപാട്, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യല്ലേ? പക്ഷെ ആ കോൺഗ്രസിലെ ആളുകൾ അതിന്റെ ഡൽഹിയിലെ ഹൈക്കമാൻഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇങ്ങനെ വളരെ പൊടുന്നനവയൊക്കെ പാർട്ടി വിട്ടുപോകുന്നത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതിന്റേതായ ചലനം ഉണ്ടാവില്ല. ഇതിന് മറുപടി പറയുന്ന ഒരു പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് പോകേണ്ടി വരില്ലേ? പോകേണ്ടി വരും. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിൽ ടോം വടക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ
ടോം വടക്കന്റെ ഒരു പ്രസക്തി കേരളത്തിൽ ഓൾമോസ്റ്റ് നില്ലാണെന്നാണ് ഞാൻ പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വ്യക്തി എന്ന നിലയിൽ, നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അത് വളരെ രസകരവുമാണ്. ഒരുപക്ഷെ കോൺഗ്രസുകാരനായി തുടരുന്ന ടോം വടക്കന്റെ രാഷ്ട്രീയ പ്രസക്തി കേരളത്തിൽ വളരെ ചെറുതാണ് എങ്കിൽ കോൺഗ്രസ് ഉപേക്ഷിച്ച് BJP-യിലേക്ക് പോകുന്ന ടോം വടക്കന്റെ രാഷ്ട്രീയ പ്രസക്തി തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ കുറെ കൂടി ചർച്ചാ വിഷയവും പ്രസക്തവുമാകും. ചർച്ച ആളുകളുടെ ഇടയിൽ ഈ വിഷയം എത്തിക്കാൻ പാർട്ടികൾക്കും മുന്നണികൾക്കും അവസരമൊരുക്കും. പ്രൈം ഡിബേറ്റിലെ ഒന്നാമത്തെ ചോദ്യം, ഈ ചാടലും ചാടിക്കലും അവസരവാദപരമല്ലേ തെരഞ്ഞെടുപ്പ് കാലത്തെ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യമായി വെച്ചത്. ഫേസ്ബുക്ക് പോളിലൂടെ പ്രേക്ഷകർ എങ്ങനെയാണ് അതിനോട് വിലയിരുത്തിയത് എന്ന് നോക്കാം എന്ന് തോന്നുന്നു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി ശ്രീ ടോം വടക്കനോട്. ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം ഈ ശബരിമല വിഷയമാണല്ലോ. അതിൽ കോൺഗ്രസിന് ഒരു നിലപാടുണ്ടായിരുന്നു, പ്രത്യക്ഷ സമരവുമായി BJP ഉണ്ടായിരുന്നു. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതായത് ഈ ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിനോട് ഇപ്പോൾ വിയോജിപ്പുള്ളയാളാണോ ടോം വടക്കൻ? കോൺഗ്രസ് എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞില്ല എന്ന് അല്ല ഇഷ്യൂ. വിശ്വാസികളുടെ കാര്യം വരുമ്പോ രാജ്യത്തൊട്ടാകെ ഒരു യൂണിറ്റി വരണം. കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന റൈറ്റാണ്. നിങ്ങൾ വിശ്വാസികളുടെ റൈറ്റ്, അത് ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും വിശ്വാസികൾക്കൊരു റൈറ്റ് ഉണ്ട്. അതിന് നിങ്ങൾ സൈഡ് ലൈൻ ചെയ്യാൻ നോക്കിയില്ല. യെസ്, വിശ്വാസി ശ്രീ ജേക്കബ് ജോർജിന് അതിൽ നിന്ന് മനസ്സിലായത് എന്താണ്? അല്ല, വിശ്വാസികളുടെ അതാണ് കോൺഗ്രസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. പക്ഷേ ഇത് സുപ്രീം കോടതി ഉത്തരവാണെന്നുള്ള കാര്യം ടോം വടക്കൻ മറക്കുന്നു. അതാണ് കാര്യം. പക്ഷേ നേരത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നേരത്തെ ടോം വടക്കൻ ഇങ്ങനെ സൂചിപ്പിച്ചു പുൽവാമ കേസ്. അതേപോലെ ഞാൻ വെറും ഒരു വക്താവായിരുന്നില്ലേ, അപ്പം മുകളിൽ ഹൈക്കമാൻഡ് പറയുന്നത് ഞാൻ വക്താവായിട്ട് പറഞ്ഞു. അപ്പോഴെന്തൊരു ആത്മവഞ്ചനയാണ് ബഹുമാനപ്പെട്ട ടോം വടക്കൻ നിങ്ങൾ ഇതുവരെയും കാണിച്ചത്. ആത്മവഞ്ചന എന്നുള്ള ഇംഗ്ലീഷ് വാക്ക്. ഹാവ് യു ബീൻ ഡിസീവിംഗ് യുവർ സെൽഫ് ഓൾ ദീസ് ഇയേഴ്സ് ടോം വടക്കൻ? പിന്നെ രണ്ടാമത് പുൽവാമ, അതൊരു നല്ല റീസൺ പോലും അല്ല. നല്ല റീസൺ ഇറ്റ്സ് നോട്ട് എ വാലിഡ് റീസൺ അറ്റ് ഓൾ വടക്കൻ. അതൊക്കെ ഓർക്കണ്ടേ നിങ്ങൾ പറയുമ്പോൾ? ജനങ്ങൾ, മലയാളികളെങ്കിലും മനസ്സിലാക്കുന്ന, വിശ്വസിക്കുന്ന ഒരു ന്യായം പറയണ്ടേ? ഇത് വെറും ഒരു തൊടു ന്യായമല്ലേ? അതാണ് നിങ്ങൾ വലിയ വക്താവായിട്ടിരുന്ന ആള് ഈ നിലയിലല്ല സംസാരിക്കേണ്ടത്. ആ ഒരു ലെവൽ കീപ്പ് ചെയ്തും കൊണ്ട് സംസാരിക്കണമായിരുന്നു. അതുകൊണ്ട് ഐ ആം സോറി ടു സേ ദാറ്റ് യു ആർ കട്ടിങ് എ വെരി സോറി ഫിഗർ ബിഫോർ കേരളൈറ്റ്സ് അക്രോസ് ദ ഗ്ലോബ് ഓൺ ദിസ് ചാനൽ. താങ്കൾ പറഞ്ഞ പോലെ എനിക്ക് അക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനുള്ള, നേരത്തെ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതാണ് ഏറ്റവും ശരിയായ കാര്യം. ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന ആളുകളെ ജാഗ്രതയോടെ തെരഞ്ഞെടുക്കാൻ ഏത് പാർട്ടിയും കഴിയുന്നില്ല എങ്കിൽ ആ രാഷ്ട്രീയ ഉള്ളടക്കത്തെ നിങ്ങൾ നേതാക്കൾ BJP നോക്കണം. സുരേഷ് പോയോ? അതെ, സുരേഷും മറ്റും. പക്ഷെ അത് എല്ലാ പാർട്ടികൾക്കും എല്ലാ പാർട്ടികൾക്കും ബാധകമാണ്. സീറ്റ്, അധികാരം എന്നതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളിലേക്ക് പോകാൻ കെൽപ്പില്ലാത്തവരാണ് തങ്ങളുടെ പ്രഗത്ഭമതികളായ വാഗ്മികൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ ജനങ്ങളെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ വന്നാൽ ഒരു പാർട്ടി വൻ തോൽവിയായി മാറുകയാണ്. ചില ആളുകൾ ചില പാർട്ടികളെ തോൽപ്പിക്കുന്നത് ഈ വിധമാണ്. ഈ ചോദ്യം തന്നെയാണ് ഫേസ്ബുക്ക് പോളിലൂടെ മുന്നോട്ട് വെച്ചത്. പ്രേക്ഷകർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് നോക്കാം. ചാട്ടവും ചാടിക്കലും അവസരവാദമല്ലേ എന്ന ചോദ്യം നിശ്ചയമായും 93% ആളുകളും FB പോളിലൂടെ ഈ തീരുമാനത്തെ, ഒരു തരത്തിലും ഈ തീരുമാനത്തോട് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സജേഷ്, ഈ പ്രതികരണം കാണുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊരു ശക്തമായ രാഷ്ട്രീയ പ്രശ്നമായി തന്നെ പരിഗണിക്കപ്പെടും എന്നാണോ ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ? നേരത്തെ അൽഫോൺസ് കണ്ണന്താനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ലഘുവായി പറഞ്ഞു പോകുന്നു. ഇടതുമുന്നണിക്ക് സംഭവിച്ച രാഷ്ട്രീയമായ പരാജയം തന്നെയാണത്. ഇടതുമുന്നണിയുടെ വോട്ട് വാങ്ങി ജയിപ്പിച്ച് നിയമസഭയിൽ സ്വതന്ത്രനാക്കി എത്തിച്ച അൽഫോൺസ് കണ്ണന്താനം ആ ടേം കഴിയുമ്പോൾ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും പിന്നീട് നേരെ BJP ക്യാമ്പിലേക്ക് പോകുന്നതുമാണ് കണ്ടത്. കേന്ദ്രമന്ത്രിയുമായി മാറുന്ന വിധം, അതും ഒരു ജാഗ്രതയുടെ പ്രശ്നമുണ്ട്. അതിന്റെ വലിയ തോതിലുള്ള ആഘാതമാണ് കോൺഗ്രസിന് ടോം വടക്കൻ നൽകിയത്. ശ്രീ ശരത്ത്, ഒരു കാര്യം, ഏതെങ്കിലും ഒരു വ്യക്തി പുറത്താക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ കുറെ കാലം ഒഴിവാക്കപ്പെടുന്ന സാഹചര്യത്തിലൊക്കെ മറ്റേതെങ്കിലും പാർട്ടിയിൽ പോകുന്ന നമുക്ക് അംഗീകരിക്കാം. ആ രീതിയിലല്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത് MLA-മാരെ, ഇപ്പൊ ഗോവയിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ജയിച്ചത് കോൺഗ്രസ്, മന്ത്രിസഭ രൂപീകരിക്കാൻ ചർച്ച നടത്തുകയാണ്. ആ ചർച്ച നടത്തുമ്പോൾ 2 MLA-മാർ BJP-യിൽ പോയി,
മന്ത്രിസഭ അട്ടിമറിച്ച് BJP രൂപീകരിക്കുന്നു. അതായത് ജനങ്ങളുടെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെയാണ് അട്ടിമറിക്കുന്നത്. അതാണ് പ്രശ്നമായി വരുന്നത്. അല്ലാതെ പഴയ കാല അനുഭവങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പുറത്താക്കുക, ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ വേറെ ഏത് പാർട്ടിയിൽ പോകും എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുപോലെയല്ലല്ലോ ഇത് പാർട്ടിയിൽ നിലനിൽക്കുകയും ജനകീയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം BJPയിൽ പോവുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തോടും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അതാണ് പ്രശ്നം. ആ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അതിൽ യാതൊരു സംശയവുമില്ല. അത് ആ നിലയിൽ രാഷ്ട്രീയമായി നിരക്കുന്ന പണിയല്ല എന്ന് യാതൊരു സംശയവുമില്ല. അത് സജീഷ് പറഞ്ഞ ശരിയാണ്. ആ നിലയിൽ രാഷ്ട്രീയമായ ഒരു ഉള്ളടക്കമില്ലായ്മയുടെ പ്രശ്നമുണ്ട്. അത് ടോം വടക്കൻ തെളിയിച്ചു എന്ന് തന്നെയാണ് FB പോളിലൂടെ ജനങ്ങൾ വിലയിരുത്തുന്നത്. ചാടലും ചാടിക്കലും ഇതിലെല്ലാം രാഷ്ട്രീയമായ പ്രേരണ എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അതിനെ തള്ളിക്കളയുകയാണ്. അത് അവസരവാദപരമാണ് എന്നാണ് ജനങ്ങൾ പറഞ്ഞത്. ശ്രീ ജേക്കബ് ജോർജ്, അവസാനമായി ഇതിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ നേരിട്ട് വരുന്നത്. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇടുക്കിയിൽ സ്വതന്ത്രനായി PJ ജോസഫ് മത്സരിക്കാൻ പോകുന്നു. അദ്ദേഹം തന്നെയാ ഞങ്ങളുടെ വാർത്ത സ്ഥിരീകരിക്കുന്നു. അത്തരമൊരു ആലോചനയും നടക്കുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് എന്ന് പറഞ്ഞു. അതിന് മാണിയുടെ അനുമതി കൂടി വേണ്ടതുണ്ട്. മാണിയുടെ ഈ കാർക്കശ്യം, എതിർപ്പ് പൊളിക്കാൻ കോൺഗ്രസിനാകുമോ? ഇതാണ് ചോദ്യം. അല്ല, ഇത് കേരള കോൺഗ്രസിന്റെ അകത്തെ പ്രശ്നം തീർക്കാൻ കോൺഗ്രസ് ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ അകത്തെ നേതൃത്വത്തിന് PJ ജോസഫിനോടൊരു ആനുകൂല്യം കാണിക്കുന്നുണ്ട്. അവർക്ക് PJ ജോസഫിന് മാന്യമായ ഒരു ഒത്തുതീർപ്പ്, PJ ജോസഫിന് അംഗീകരിക്കാൻ കഴിയുന്ന, നിലനിൽക്കാൻ കഴിയുന്ന ഒരു മാന്യമായ ഒരു ഒത്തുതീർപ്പാണ് നോക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഫോർമുല ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരള കോൺഗ്രസിനെ പിളരാൻ ഒരു സയാമീസ് ഇരട്ടകളെയൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് ജീവനോട് എടുക്കുകയല്ലേ, അതേമാതിരി രണ്ടു കൂട്ടരും രണ്ട് പാർട്ടിയായിട്ട് ഒരുപക്ഷെ ഘടകകക്ഷിയായി ജോസഫിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന മാണിയുടെ കടുംപിടുത്തത്തെ ഒന്ന് ലഘൂകരിക്കാനുള്ള ഒരു ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു കുറുക്കു വഴിയാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി. അതോടുകൂടി ജോസഫിനെ അംഗീകരിച്ചേ മതിയാകൂ. അതെ, ജയിച്ചാലും തോറ്റാലും. PJ ജോസഫിനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇടുക്കിയിൽ നിർത്തുക. ഇടുക്കിയിലെ കോൺഗ്രസുകാർ DCC നേതൃത്വം അതിനെ സമ്മതിച്ചിട്ടുണ്ട്, എന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ വരുമ്പോൾ മാണിയെ അനുനയിപ്പിക്കാൻ കഴിയും, എളുപ്പമാവും. യാതൊരു സംശയമില്ല. മാണിക്കും PJ ജോസഫിനും ഒരു കുടക്കീഴിൽ ഒരു UDF മുന്നണിയിൽ സന്തോഷമായിട്ട് കഴിയുകയും ചെയ്യാം. മറ്റൊന്ന്, മാണിയെ അലട്ടില്ല. മകന്റെ പാർലമെന്റിലെ പാർട്ടി പ്രയോറിറ്റി നഷ്ടപ്പെടുന്നുമില്ല. നാളെ ഒരു UPA മന്ത്രിസഭയൊക്കെ വന്നാൽ ഒരു സഹമന്ത്രി സ്ഥാനമൊക്കെ കിട്ടിയാൽ PJ ജോസഫിനാൽ അത് തട്ടിപ്പോവില്ല. തന്നെയല്ല, വേറൊരു കാര്യം കൂടി. കാരണം PJ ജോസഫ് UDF സ്വതന്ത്രനാണല്ലോ. രണ്ടിലയുടെ അവകാശം ഉന്നയിക്കാനുമാവില്ല. അതെ, വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ലോക്സഭ കൂടുമ്പോൾ നിങ്ങളുടെ സീറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കേരള കോൺഗ്രസ് സീറ്റ് എന്നതിനേക്കാൾ ഒരു സ്വതന്ത്രത ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഡൽഹിയിൽ പറയാം, രാഷ്ട്രപതിയുടെ അടുത്ത് നിർത്തി വയ്ക്കാം. അതായിരിക്കണം വേറൊരു കാരണം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ ഇടുക്കിയിൽ UDF സ്വതന്ത്രനാക്കി ജോസഫിനെ എത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന് മാണിയുടെ സമ്മതം വാങ്ങാനുള്ള ശ്രമം ലീഗ് അക്കാര്യത്തിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇനി അഥവാ അത് ആ നിലയിലായില്ല എങ്കിൽ ആ മേഖലയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടനങ്ങളെ ആകെ ആ മണ്ഡലങ്ങളിലൊക്കെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്നൊരു ആശങ്ക കോൺഗ്രസിനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിന്റെ ഫോർമുല വർക്കൗട്ട് ആകുമോ? മാണിയുടെ എതിർപ്പ് കോൺഗ്രസിന് ഇല്ലാതാക്കാനാവുമോ? അല്ല, ഇത് വലിയൊരു വിഷമവൃത്തത്തിലാണ് കോൺഗ്രസിനെ എത്തിച്ചിട്ടുള്ളത്. കാരണം താരതമ്യേന പുള്ളിംഗ് പവർ കുറഞ്ഞ തോമസ് ചാഴിക്കാടനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ പൂർണ്ണമായിട്ടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ്. പ്രത്യേകിച്ചും കോൺഗ്രസും മാണി ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധം സാമാന്യം ശിഥിലമായിരിക്കാം. അതിന്റെ കാരണം നേരത്തെ മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടു പോവുകയും കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് പുലഭ്യം പറയുകയും പിന്നീട് രാജ്യസഭാ സീറ്റ് തട്ടിയെടുത്ത് തിരിച്ചു വരികയും ചെയ്തു. ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അംഗീകരിച്ചാലും സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ദഹിക്കാത്ത കാര്യമാണ്. അതൊരു വശം. അതേസമയത്ത് തന്നെ ശ്രീ PJ ജോസഫിനെ പോലെ ഒരു മുതിർന്ന നേതാവ് പാർലമെന്റ് സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചു വരുന്നു, അദ്ദേഹത്തിന് പരിഗണിക്കുന്നു. താരതമ്യേന ജൂനിയറായിട്ടുള്ള തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയാക്കുന്നു. അത് അംഗീകരിക്കാൻ PJ ജോസഫ് വൈമനസ്യം കാണിക്കുന്നു. ഇനി PJ ജോസഫിനെ വിട്ടുവീഴ്ച ചെയ്ത് സ്വതന്ത്ര വേഷം കെട്ടിച്ചു നിർത്തിയാൽ ഇടുക്കിയിലെ കോൺഗ്രസുകാർ സമ്മതിക്കോ? അപ്പോ PJ ജോസഫ് നേരത്തെ ഉന്നയിച്ച ആവശ്യം ഇപ്പൊ നിറവേറിയില്ലേ? PJ ജോസഫ് പറഞ്ഞ് 2 സീറ്റ് കിട്ടണം. കോട്ടയം സീറ്റ് മാണി ഗ്രൂപ്പിന് കൊടുക്കണം, ഇടുക്കി സീറ്റ് എനിക്ക് തരണം. അത് തന്നെയല്ലേ ഇപ്പോൾ നടക്കുന്നത്. അതായത് ഈ തർക്കത്തിലാകെ ഞെരിഞ്ഞു പോകുന്നത് കോൺഗ്രസ് ആണ് അല്ലേ? നെലിഞ്ഞ് പോകാവുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് എന്തുമാത്രം വിട്ടുവീഴ്ച ചെയ്തു ഇല്ലേ? അതെ, രാജ്യസഭാ സീറ്റ്, ഒരേ ഒരു രാജ്യസഭാ സീറ്റ് മാണി ഗ്രൂപ്പിന് വിട്ടുകൊടുത്തു. അവരുടെ കയ്യിൽ സിറ്റിംഗ് സീറ്റായ കോട്ടയം, ഒരു കൊല്ലം അനാഥമായി കിടന്ന കോട്ടയം സീറ്റ് അത് മാണി ഗ്രൂപ്പിന് കൊടുത്തു.
അതുകൂടാതെ ഏത് കാലത്തും കോൺഗ്രസ് പാർട്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഇടുക്കി സീറ്റ് പി ജെ ജോസഫിനെ സ്വതന്ത്ര വേഷം കെട്ടിച്ച് നിർത്തിയാലും അദ്ദേഹം കേരള കോൺഗ്രസ്സുകാരൻ അല്ലാണ്ടാവില്ലോ. പി ജെ ജോസഫ് ഒരു കാലത്തും കേരള കോൺഗ്രസ് അല്ലാതെ വേറെ ഒരു പാർട്ടിക്കാരനും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അസ്തിത്വം, അദ്ദേഹത്തിന്റെ മേൽവിലാസം കേരള കോൺഗ്രസ് എന്നുള്ളതാണ്. ഇനിയിപ്പോ അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിച്ചാലും സ്വതന്ത്ര വേഷം കെട്ടിയാലും സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചാലും അദ്ദേഹം കേരള കോൺഗ്രസ് തന്നെയായിരിക്കും. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, 2 സീറ്റായി. ഇതിൽ കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന ആപത്തിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഒറ്റ വാചകത്തിൽ. ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ അവസാനിപ്പിക്കും. ശരിയാണ്, ഞാനും സമ്മതിക്കുന്നു. കോൺഗ്രസ് വല്ലാത്തൊരു വിഷമവൃത്തത്തിലാണ്. ചെന്ന് തലയിട്ടും പോയി ഊരാനും വയ്യ, പ്രശ്നം അവസാനിപ്പിക്കാനും കഴിയുന്നില്ല. തീർച്ചയായിട്ടും രൂക്ഷമായ ഒരു പ്രതിസന്ധിയാണ്. അതന്നെയല്ല, സമയമില്ല, ഒട്ടും സമയമില്ലാത്ത അവസ്ഥ. നാളെ വൈകിട്ടോടെ എല്ലാം അറിയാം എന്നതാണ് അവസ്ഥ. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ഇനി അധികം നേരമില്ല. കോൺഗ്രസിന്റെ നീക്കം മാണി അനുകൂലിക്കുമോ? ഇടുക്കിയിൽ സ്വതന്ത്ര വേഷം കെട്ടി പി ജെ ജോസഫിനെ മത്സരിക്കാൻ ഇറക്കുമോ എന്നതാണ് ചോദ്യം. മാണി കോൺഗ്രസ് നീക്കത്തെ അനുകൂലിക്കുമെന്ന് കരുതുന്നവർ 38% മാത്രം, അനുകൂലിക്കില്ല എന്ന് 62% ആളുകളും ഇപ്പോഴും വിശ്വസിക്കുകയാണ്. FB പോളിലൂടെയാണ് പ്രേക്ഷകർ ഈ ചർച്ചയുടെ ഭാഗമായി അഭിപ്രായം രേഖപ്പെടുത്തിയത്. വളരെയധികം നന്ദി എല്ലാവർക്കും പ്രൈം ഡിബേറ്റുമായി സഹകരിച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.